നിങ്ങൾ ഗോതമ്പ് പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ ഇന്ന് ഗോതമ്പ് പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അതിനായിട്ട് 2 ഗ്ലാസ് ഗോതമ്പ് പൊടി, ആവശ്യത്തിന് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്, 2 സ്പൂൺ തൈര്, 2 സ്പൂൺ വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണേ. എന്നിട്ട് ഇത് വെളുപ്പിനെ 6 മണിയൊക്കെ ആയപ്പോൾ ഞാൻ കുഴച്ച് വെച്ചാണ്. ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങണം. അതിനായിട്ട് ചപ്പാത്തി പലക കഴുകി വൃത്തിയാക്കി ഉണങ്ങിയത് എടുത്തിട്ട് ഇത് ചപ്പാത്തി പരത്തുന്ന പോലെ എടുക്കണം. ചപ്പാത്തിക്ക് എടുക്കുന്നതിൽ കൂടുതൽ മാവ് എടുക്കണേ, പരത്താൻ എടുക്കണം. ഇങ്ങനെ പരത്തിയെടുക്കണം. ഇങ്ങനെ പരത്തി എടുത്തിട്ട് ഇത് ചെറുതായിട്ട് പിച്ചാത്തി കൊണ്ടൊന്ന് വരഞ്ഞ് കൊടുക്കണം. അങ്ങനെ വരഞ്ഞു കൊടുത്താലേ ആ ലെയറുകളൊക്കെ ഒന്ന് കിട്ടത്തുള്ളൂ, അലക്കുകളായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഗോതമ്പ് പൊറോട്ട ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. എന്നിട്ട് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കൊടുക്കണം. പരത്തിയിട്ട് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കണേ. എന്നിട്ട് അത് ചുരുട്ടി എടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ ചെയ്തിട്ട് ഒന്ന് വീശി അടിക്കണം. മയം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ചുറ്റിയെടുത്തിട്ട് നമ്മൾ അല്പം ഗോതമ്പ് പൊടിയും കൂടി തൂത്തിട്ടിത് നന്നായിട്ട് പരത്തിയെടുക്കണം. ഒരുപാട് കനം കുറയ്ക്കുകയും ചെയ്യില്ല, എന്നാൽ ആവശ്യത്തിന് പരത്തിയെടുക്കണം. നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണമേ. മൈദ പൊറോട്ടയെക്കാളും നല്ലതാണ് ഗോതമ്പ് പൊറോട്ട. നമ്മുടെ ആരോഗ്യത്തിനും ഗോതമ്പല്ലേ നല്ലത് മൈദയേക്കാളും. അറിയാൻ വയ്യാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലൊന്ന് പരത്തിയെടുക്കണം. എന്നിട്ട് നമുക്കിത് ഉണ്ടാക്കിക്കൊണ്ട് വരണേ. അതിനായിട്ട് ദോശക്കല്ല് ചൂടാക്കി ഇതുപോലെ ഓരോന്നും ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ എല്ലാം ഉണ്ടാക്കി എന്നിട്ട് 2 കൈ കൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണേ. അലുക്കുകളൊക്കെ ഇങ്ങനെ അടന്നു വരാൻ വേണ്ടിയാണ്. നല്ല മയമാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ.